യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഇന്ന് പകൽക്കാലത്തെ എന്റെ സ്തോത്രം അല്ലല്ലോ പ്രമേയം അല്ലല്ലോ എന്തെന്നറിയാമോ? സ്തോത്രം, നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നൊരു ദൈവം. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ഈ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. അവൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട അനുഭവത്തിൽ ചില അടയാളങ്ങളെ യാക്കോബിന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ 22 വർഷങ്ങൾക്ക് പുറകിൽ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മടക്കി തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നതോടെ ഒരടയാളം ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നിന്റെ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ എന്റെ ദൈവ സർവശക്തനായ ദൈവമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം വർഷപ്പഴക്കമാണ് ചെന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ കര നിനക്ക് അനുകൂലമായി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. തന്റെ മകനായ യോസഫ് 17-ാമത്തെ വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ടതാ. 17-ാമത്തെ വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ടു. സ്തോത്രം, നീണ്ട 22 വർഷം തന്റെ മകനെ കുറിച്ചുള്ള വേദനകൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ തന്നെ അലയടിച്ച് ഇനി ഒരിക്കലും തന്റെ മകനെ കാണത്തില്ല എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് വിചാരിച്ച സ്ഥാനത്ത് 22 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ തന്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥമുണ്ടാകുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ, പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ അർത്ഥം പകരുവാൻ, ഒരു പുതിയ അധ്യായം തുറക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ നീ ഭാരപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നുവോ ആ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നഷ്ടപ്പെട്ട തലമുറയെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട ജോലിയെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട കുടുംബത്തെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട പലതിനെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട അഭിഷേകത്തെ മടക്കി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഒരടയാളത്തെ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം സർവശക്തനാ. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ഇതാ ഒരു പുത്തൻ പ്രതീക്ഷയുമായി സ്വർഗം അവന്റെ മുമ്പിൽ ഇറങ്ങി വരുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവര്, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവര്, തലമുറയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടത്, വല്ലാത്തൊരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നോക്കി ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ തലമുറ മടങ്ങി വരിക മാത്രമല്ല, നിന്റെ തലമുറയുടെ നന്മ കൂടി അനുഭവിക്കുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ, ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ, അത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ദൈവമാ. യാക്കോബിന് തന്റെ നഷ്ടപ്പെട്ടു പോയ ഒന്നുകൂടി ഞാൻ പറയാം, ഹല്ലേലൂയ, തലമുറയെ മാത്രമല്ല ലഭിച്ചത്, യോസഫിന്റെ 2 തലമുറകളായ എഫ്രൈമിനെ മനശ്ശയും കൂടെ കാണുവാൻ ദൈവം സംഗതി വരുത്തി. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അല്ല നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ആത്മാവ് ശക്തിയോടെ പറയുന്നു, നഷ്ടപ്പെട്ടു പോയതിനെ മാത്രമല്ല, ചിലത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നീ ഭാരപ്പെട്ടാൽ അതിനെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവം ഈ പകൽക്കാലം ജീവിക്കുന്നു. യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും അവന്റെ നഷ്ടപ്പെട്ട വിശ്വാസം അകത്ത് കയറി. വിശ്വാസത്തിൽ നിന്ന് അവൻ പുറകോട്ട് പോയവരെ, വിശ്വാസം അകത്തില്ലാത്തവരെ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ ആഴം നമ്മുടെ അകത്ത് കയറിയാൽ ഹല്ലേലൂയ, അവൻ മടക്കി തരുന്ന ദൈവമാണ്. ഒന്നും നിനക്ക് കൈവിട്ടു പോയിട്ടില്ല. ഈ വിശ്വാസത്തിന്റെ വാക്കുകള് അകത്ത് ഹല്ലേലൂയ ആത്മാവിൽ ഏറ്റെടുത്ത് അതിന് സ്തോത്രം പറയുവാൻ തയ്യാറായാൽ നിനക്ക് മടക്കി തരുവാൻ എന്റെ ദൈവ സർവശക്തനായ ദൈവമാ.